ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരക്കുള്ള ഇന്ത്യയുടെ സ്ക്വാഡിനെ ഇന്നലെയായിരുന്നു BCCI പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ പേരിൽ ചെറിയ ചില വിമർശനങ്ങളൊക്കെ പരിശീലകനായ ഗൗതം ഗംഭീറിനും അതുപോലെ തന്നെ സെലക്ടറായ അജിത് അഗാർക്കർക്കും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഋഷഭ് പന്തിന് അവർ സ്ഥാനം നൽകിയിട്ടുണ്ട്. സഞ്ജു സാംസൺ പുറത്തിരിക്കുകയാണ്. അതിനേക്കാളുപരി ഋതുരാജ് ഗൈക്വാദിന് ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല. കൂടാതെ മികച്ച ഫോമിൽ കളിക്കുന്ന പല താരങ്ങളുമുണ്ട്, അവർക്കൊന്നും ഇടം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിന്റെ പേരിലൊക്കെ വിമർശനങ്ങൾ ലഭിക്കുകയാണ്. അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും ആ ഒരു ഫേവറേറ്റിസം തുടരുകയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അശ്വിൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് ചില താരങ്ങൾക്ക് കുറച്ചധികം പരിഗണന ഇന്ത്യൻ ടീമിൽ ലഭിക്കുന്നു എന്നാണ് അശ്വിൻ പറഞ്ഞിട്ടുള്ളത്. സഞ്ജു സാംസണെ ഇദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അശ്വിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യൻ ക്രിക്കറ്റിൽ ക്ലാരിറ്റി നൽകുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആളുകൾ ഇത് അംഗീകരിച്ചു എന്ന് വരില്ല. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് സഞ്ജു T20 ടീമിൽ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിന ക്രിക്കറ്റിലും എടുക്കില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സഞ്ജു വിജയ് ഹസാരെ ട്രോഫിയിൽ ഡബിൾ സെഞ്ചുറി നേടി എന്ന് കരുതുക. അതിനർത്ഥം ഏകദിന ക്രിക്കറ്റിലും കളിക്കാൻ അദ്ദേഹത്തിന് യോഗ്യത ഉണ്ട് എന്നുള്ളതാണ്. താരങ്ങളോട് അനീതി കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓരോ കളിക്കാരനും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ഒരിക്കലും ഒരു താരത്തിന് അധികമായി കൊണ്ട് പരിഗണന നൽകരുത്. പക്ഷെ ഇവിടെ ചില താരങ്ങൾക്ക് അധികമായി കൊണ്ട് അവസരം ലഭിക്കുന്നു, അധിക പരിഗണന ലഭിക്കുന്നു. ജയ്സ്വാൾ, ഋതുരാജ് ഗൈക്വാദ്, സഞ്ജു, ശ്രേയസ് അയ്യർ എന്നിവർക്കൊക്കെ ഒരേ പരിഗണന ലഭിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് അശ്വിൻ പറഞ്ഞിട്ടുള്ളത്. അതായത് കാര്യം വളരെ വ്യക്തമാണ്. ചില താരങ്ങൾക്ക് അമിതമായി കൊണ്ട് അവസരം ലഭിക്കുന്നു. ആ ഒരു ട്രീറ്റ്മെന്റ് മറ്റു ചില താരങ്ങൾക്ക് ലഭിക്കുന്നില്ല. ചില താരങ്ങളോട് അനീതി കാണിക്കുന്നു. അത് അവസാനിപ്പിക്കണം. അത് തനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെയാണ് അശ്വിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.